നമസ്കാരം. ചെകുത്താൻ വേദമോതുന്നു എന്ന പ്രയോഗം കഴിഞ്ഞ ദിവസമൊക്കെ ചില ചർച്ചകളിൽ വന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞതാണ്. നമ്മൾ പറയുന്നത് വേറൊരു ചെകുത്താനെ കുറിച്ചാണ്. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ട്. അയാളുടെ കഥകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ കണ്ടു. ഇയാളെ പോക്സോ കേസിൽ 16 വയസ്സുള്ള ഒരു കുട്ടിയെ കാസർഗോഡ് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു കേസാണ് ഇയാൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഇയാളൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടാണ് അവതരിച്ചത്. ഇയാൾ നേരത്തെ മനോരമ ചാനലിന്റെ മഴവിൽ മനോരമയുടെ വെറുതെ അല്ല ഭാര്യ എന്ന ഏതൊരു റിയാലിറ്റി ഷോ, കൃത്യമായ പേര് ഓർക്കുന്നില്ല, അതിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇയാളുടെ സഹധർമ്മിണിയും ഈ ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് എത്തുന്നത്. അതിൽ എന്തോ വിജയം നേടുകയോ എന്തോ ചെയ്തു, സമ്മാനങ്ങൾ നേടി. അതിനുശേഷം പോലീസിൽ ഉണ്ടായിരുന്നു, സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ കുറെ കഥകൾ പറഞ്ഞ് ഒരു ജനപിന്തുണയൊക്കെ പൊതുവെ നേടി. അതിനുശേഷമാണ് പോലീസിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ എന്തോ ഒരു പീഡന കേസോ മറ്റോ വന്നു. പക്ഷേ ആ സമയത്ത് പോലീസ് അധികാരികൾ ഇദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങൾ ഇയാൾക്കൊപ്പം നിന്നു. തുടർന്ന് ഇയാൾ പോലീസിൽ നിന്ന് VRS എടുത്ത് ഈ മോട്ടിവേഷൻ സ്പീക്കർ പരിപാടിയുമായി നടക്കുകയായിരുന്നു. നല്ല പണമുണ്ടാക്കി എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇയാൾ നിരവധി ആളുകളെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയൊക്കെ തന്നെ വീഡിയോ ഇടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം പണ്ടൊരു വലിയ മദ്യപാനി ആയിരുന്നു എന്ന് കേൾക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. ഈ മദ്യപിച്ചിട്ട് അത് നിർത്താൻ കുരുമുളക് ചവച്ചിറക്കിയ കഥയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ കുടുംബ പ്രശ്നമായി എന്നൊക്കെ പിന്നീട് ചില വീഡിയോകളിലൊക്കെ തന്നെ നമ്മളത് കാണുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നന്മമരങ്ങളെ, അതായത് നന്മമരങ്ങളായി അഭിനയിച്ച് നടക്കുന്ന നിരവധി പേരുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ പണവും തട്ടിപ്പും വെട്ടിപ്പുമാണ്. ഒരു മുരാരി തന്ത്രിയുടെ വാർത്ത നമ്മൾ കേട്ടല്ലോ. അതുപോലെ തന്നെ ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന് പറയുന്ന ഒരു നന്മമരമുണ്ട്. ഇപ്പൊ കാണുന്നതേ ഇല്ല. ലീഗുകാരനാണെന്ന് പറയുന്നു, കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നു. അതുപോലെ ഇയാൾ പോലീസുകാരനായിട്ട് SI ആയിട്ടോ മറ്റേ VRS എടുത്താന്ന് തോന്നുന്നു. ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഒക്കെ ഹെഡായിരുന്നു. ഒരുപാട് പേർ അദ്ദേഹത്തെ ആദരിച്ചിട്ടൊക്കെയുണ്ട് പല പല വേദികളിലൊക്കെ തന്നെ. എന്നിട്ട് ഇത്തരം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് ഇതിന്റെ മറവിൽ. മാത്രമല്ല ഇയാൾ പല രീതിയിൽ ധനസമാഹരണം പല രീതിയിൽ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തി. അതുപോലെ പലരെയും സഹായിക്കാനെന്നുള്ള വ്യാജേന പണം കളക്ട് ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത്തരം നന്മമരങ്ങളെ അല്ലെങ്കിൽ തിന്മമരങ്ങളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇതൊരു സാമൂഹ്യ വിഷയമാണ്. കേരളത്തിൽ മാത്രമല്ല പലയിടത്തും നടക്കുന്നതാണ്. ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട്, ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട്, നന്മയുടെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെയൊക്കെ മൂടുപടം അണിഞ്ഞുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവർ സമൂഹത്തിൽ പ്രിയങ്കരായി മാറുന്നു. ഇവർക്ക് വലിയ പിന്തുണ കിട്ടുന്നു, സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പിന്തുണ കിട്ടുന്നു. പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ഇവർ കളിക്കുന്ന വൃത്തികെട്ട കുറെ കളികളുണ്ട്. ഇതിപ്പോൾ ഈ കേസ് വന്നില്ലായിരുന്നുവെങ്കിൽ, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി കൊടുത്തില്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയും ഈ നന്മമരത്തിന്റെ കീഴിലുള്ള ക്യാമ്പയിനിങ്ങും ഒക്കെ തന്നെ തുടർന്നേ. കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായ നിയമ നടപടി എടുക്കണം. നാളെയും ഇപ്പം കുറെ കഴിയുമ്പോൾ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇത്തരം വിഷയങ്ങൾ മറക്കും. അതിനുശേഷം ഇവർ വീണ്ടും ആ പഴയ വേഷം കെട്ടി ഇറങ്ങും. അതിപ്പോൾ റിട്ടയർഡ് പോലീസുകാരനായാലും ഏത് പോലീസുകാരനായാലും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നവനായാലും സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് മാറി ഇത്തരം കാര്യങ്ങൾ, ഇപ്പൊ കാസർകോട്ടേക്ക് ഈ പെൺകുട്ടിയും കൊണ്ട് ഇയാൾ പോയി ലോഡ്ജിൽ താമസിച്ചു എന്നൊക്കെ ഇയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കാസർഗോഡ് ലോഡ്ജിൽ ഒരു പ്രായപൂർത്തിയാകാത്ത, അത് മാനസിക വെല്ലുവിളിയുള്ള പെൺകുട്ടിയാണെന്ന് പറയുന്നു. ആ പെൺകുട്ടിയെ ചുമ്മാ തമാശയ്ക്ക് കൊണ്ടുപോയി അവിടെ ലോഡ്ജിൽ താമസിച്ചിട്ട് തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ ബാധിക്കുന്നു. ആ പെൺകുട്ടിയുടെ ഭാവി, അല്ലെങ്കിൽ ആ പെൺകുട്ടി ചിന്തിക്കുന്ന അതിന്റെ കുടുംബത്തിന്റെ ആ ഒരു അവസ്ഥ, മാനസികാവസ്ഥ ഒക്കെ മനസ്സിലാക്കണം. ഇത്തരക്കാർക്കൊക്കെ പീഡനവും നടത്തി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ രീതിയിൽ പെരുമാറിയിട്ട് അങ്ങ് പൊടിയും തട്ടി പോയാൽ മതി, നിയമം ഉണ്ടെങ്കിലുണ്ട്, അല്ലെങ്കിൽ പിടിച്ചാൽ പിടിച്ചു, ഇല്ലെങ്കിൽ ഇല്ല എന്ന നിലയ്ക്ക് അവർക്ക് പോകാം. പക്ഷേ ആ കുടുംബത്തിന്റെ ആ ഒരു അവസ്ഥ, മാനസികാവസ്ഥ ഒന്ന് ഓർത്തു നോക്കുക. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇത്തരക്കാരെ വളർത്തി വലുതാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം നന്മമരങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. കേരള ജനത അത് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഇവർ പറയുന്നത് എല്ലാം തന്നെ ഏതാണ്ട് അസത്യങ്ങളാണ്, അവ്യക്തത നിറഞ്ഞ കാര്യങ്ങളാണ്. ഇവരുടെ ജീവിതം കൊണ്ട് ഇവർ വഴികാട്ടികളാകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ചിന്താ വിഷയങ്ങളുമായിട്ടൊക്കെയാണ് ഇവരൊക്കെ വരുന്നത്. പക്ഷെ അതൊന്നും ഒന്നുമില്ല. ഊതി ഉയർപ്പിച്ച ബലൂൺ പോലെയാണ് ഇത്തരക്കാർ എന്നുള്ള കാര്യം നമ്മൾ മലയാളികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.